നിങ്ങൾ ഈ കാണുന്ന ദൃശ്യം ഇന്ന് കാലത്തെ ഉണ്ടായ ഒരു അപകടമാണ്. വലിയൊരു അപകടം ഒഴിവായെന്ന് നമുക്ക് പ്രഥമദൃഷ്ട്യാ കാണുന്നുണ്ട്. അപ്പോൾ ഏതോ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ആരുടെ ഒരു പ്രാർത്ഥന മൂലമാണ് വണ്ടി അങ്ങനെ നിന്നത്. അല്ലെങ്കിൽ ആ വന്ന വരവിൽ തന്നെ വണ്ടി താഴത്തോട്ട് ചാടിയിരുന്നെങ്കിൽ ആ വണ്ടിക്കകത്തുണ്ടായിരുന്ന അത്രയും പേർക്കും ഗുരുതരമായ പരിക്കുകളോ ആളപായമോ പോലും ഉണ്ടായേനെ. അതുപോലെ തന്നെ അതിൻ്റെ താഴെ കാണുന്നത് ഒരു ഹോസ്റ്റലാണ്. ആ ഹോസ്റ്റലിലേക്കും വേണ്ടിയിരുന്നെങ്കിൽ അവിടെ കുട്ടികളുണ്ട്, അവിടെയും വലിയൊരു അപകടം ഒഴിവായി എന്ന് പറയാം. അപകടം ഒഴിവായി, അതിൽ വളരെ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ വണ്ടി ഓടിച്ചിരുന്ന ആൾ അവിടെ നാട്ടുകാരനാണ്, അദ്ദേഹത്തിന് ആ വഴിയൊക്കെ അറിയാം. പക്ഷേ പ്രശ്നമായത് അവിടെ യന്ത്രത്തകരാറാണ്. സ്റ്റിയറിങ് സമയത്ത് തിരിഞ്ഞു കൊടുത്തില്ല, അതുകൊണ്ടാണ് അങ്ങനൊരു അപകടം ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം ഇങ്ങനെയുള്ള അപകടങ്ങൾ കൂടെ ഉണ്ടാകുമ്പോഴേക്ക് നമ്മുടെ വണ്ടികളുടെയൊക്കെ തകരാറുകൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്യുകയും യാത്രയ്ക്ക് മുമ്പും ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെയുള്ള ചെക്കിങ്ങുകളൊക്കെ നടത്തിയിട്ട് വേണം നിരത്തിലേക്ക് ഇറക്കാനെന്നുള്ള ഒരു ചെറിയൊരു ചിന്തയുമായിട്ട് നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം.